നമ്മൾ അച്ഛനും അമ്മയും ആവുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ലോകം മുഴുവനും മക്കളായിരിക്കും. നമ്മുടെ ഫുൾ ഷെഡ്യൂള്, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മുടെ പ്ലാനിങ്, ഹോളിഡേയ്സ് എല്ലാം മക്കളെ ചുറ്റിപ്പറ്റിയായിരിക്കും. പേരൻസ് എന്നുള്ള റോളിൽ നിന്നൊക്കെ മാറി കപ്പിൾസായിട്ട്, ലവേഴ്സായിട്ട് ഒരു ദിവസമെങ്കിലും വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. മക്കളെ കൂട്ടാതെ, പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ഐറ്റിനററി ഫോളോ ചെയ്യാനില്ലാതെ ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര, ഒരു ദിവസത്തെ ഒരു സ്റ്റേ, അതൊക്കെ ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്സൊക്കെ എന്ത് കളർഫുൾ ആകും എന്നറിയാമോ? ഇപ്രാവശ്യം ഞാനും ഹസ്ബൻഡും കൂടി ഒരു സ്റ്റേക്കേഷന് പോയി. മിസ്റ്റിക് മായപ്പൊത്ത്. റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ വെള്ളച്ചാട്ടം കാണാം. ചില റൂംസിൻ്റെ ജനൽ തുറന്ന തൊട്ട് താഴെ വെള്ളച്ചാട്ടമാണ്. പക്ഷേ ഇപ്പം മഴയുടെ സീസൺ അല്ലാത്തത് കാരണം വെള്ളച്ചാട്ടം പോയിട്ട് ഒരു ചെറിയ അരുവി പോലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും നല്ല തണുപ്പും ഫ്രഷ് എയറും ഒക്കെ ആയിട്ട് പ്ലാന്റേഷൻ്റെ നടുക്ക് ഉള്ള ആ പ്രോപ്പർട്ടി ഭയങ്കര രസമുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്കവിടെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട്. ലൈക്ക് നമുക്ക് സൈക്ലിങ്ങിന് പോവാം, ഇല്ലെങ്കിൽ ട്രെക്കിങ്ങിന് പോവാം, പ്ലാന്റേഷനിലൂടെ ചെറിയൊരു വാക്കിന് പോവാം, ഇല്ലെങ്കിൽ ഫിഷിനെ ഫീഡ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനും പരസ്പരം സംസാരിച്ച് റിലാക്സ് ചെയ്തിരിക്കാം. എനിക്ക് തോന്നുന്നു ഈ ആക്ടിവിറ്റീസൊക്കെ ടിക്ക് മാർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് അതാണെന്ന്. മറ്റ് സമയങ്ങളിൽ നമുക്ക് ഒരുപാട് റോൾസ് ഫുൾഫിൽ ചെയ്യാനുണ്ട്. മകൻ, മകൾ, കൂട്ടുകാരി, അച്ഛൻ, അമ്മ, ഉദ്യോഗസ്ഥൻ, തൊഴിലാളി, അങ്ങനെയുള്ള റോൾസിൽ നിന്നെല്ലാം വിട്ടുമാറി ഹസ്ബൻഡും വൈഫും മാത്രമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, മനസ്സ് തുറന്ന് സംസാരിക്കുക. അതൊക്കെ ചെയ്യുമ്പോഴേക്കും ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തീരും. ഇനി പ്രശ്നങ്ങളില്ലെങ്കിലോ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ പാർട്ട്ണറുമായിട്ട് ബോണ്ട് ചെയ്യാനും അവരെ നന്നായിട്ട് മനസ്സിലാക്കാനും ഒക്കെ ഈ സമയം നമുക്ക് ഉപയോഗിക്കാം. പ്രോപ്പർട്ടി സൂപ്പറായിരുന്നു കേട്ടോ. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഹരിതാപവും പച്ചപ്പും മാത്രം. പ്രോപ്പർട്ടിയെ സറൗണ്ട് ചെയ്തിരിക്കുന്ന പാറക്കെട്ടുകളൊക്കെ അങ്ങനെ തന്നെ നാച്ചുറലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിൽഡിങ്ങിനകത്ത് ചുവരിൽ ചില സ്ഥലത്ത് പാറക്കെട്ടുകൾ ഉണ്ടാവും, ചില സ്ഥലത്ത് ചെടികൾ വളരുന്നുണ്ടാവും. അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറായിട്ട് എനിക്ക് തോന്നി. മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളം ഏകദേശം 1 കിലോമീറ്ററോളം ഭൂമിക്ക് അടിയിലൂടെ ഒഴുകി ഒരു പൊത്തിൽ നിന്നെന്നോണം പുറത്തേക്ക് പാറക്കെട്ടുകളിലൂടെ ഒഴുകുന്നതാണ് മിസ്റ്റിക് മായപ്പൊത്തിൽ നമ്മൾ കാണുന്ന വാട്ടർ ബോഡി. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ട് നല്ല കിടിലനാക്കിയിരുന്നു. രാത്രിത്തെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ്. ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റിൽ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയൊക്കെ കണ്ട് വ്യൂ പോയിന്റിൽ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ലവറായിട്ടൊരു യാത്ര.